ഇക്കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. പെൻഷൻ കൊടുക്കലും അതുപോലെയുള്ള നിരവധി പരിപാടികളിലൂടെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന LDFനെതിരെ UDF അതിൻ്റെ വജ്രായുധം എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു. ആയുധങ്ങളിൽ 5 വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. അതിൽ ഒന്നാമത്തെ വാഗ്ദാനം KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം എന്നത്. കർണാടകയിലും അതുപോലെ തെലങ്കാനയിലും തമിഴ്നാട്ടിലും അതിനൊക്കെ മുമ്പ് തന്നെ ഡൽഹിയിലും, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയാണ് ഇത് ആദ്യമായി നടപ്പാക്കിയത് ദില്ലിയിൽ. അവിടെ മെട്രോയിലും ട്രാൻസ്പോർട്ട് ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യമാണ്. ആ ശക്തി ഏറ്റെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വിജയ സാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലും ഇപ്പോൾ ആ ഒന്നാമത്തെ പ്രഖ്യാപനം, ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ആ ഒന്നാമത്തെ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് കേരളത്തിലെ സ്ത്രീകളുടെ അവരുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മാത്രമല്ല, ഇപ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ അതിൻ്റെ ദൂരം ബുദ്ധിമുട്ടൊക്കെ കണക്കാക്കുമ്പോൾ KSRTCയിൽ ഇനി സൗജന്യമായി യാത്ര ചെയ്യാം എന്നത് നല്ല ഒരു വാഗ്ദാനം തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. LDFന്റെ ഒരുപാട് ഫ്രീ ബീസുമായി താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഗുണം ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. മറ്റൊന്ന്, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച്, കോളേജിൽ പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞാൽ 1000 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കും. ഇതും ചെറിയൊരു വാഗ്ദാനമല്ല. ഇത് തീർച്ചയായും കേരളത്തിൽ ധാരാളം പെൺകുട്ടികളാണ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നത്. ആൺകുട്ടികൾ കോളേജിൽ പഠിക്കുന്നത് വളരെ കുറവാണ്. മിക്കവാറും ആർട്സ് സയൻസ് കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെൺകുട്ടികളാണ് കൂടുതൽ. പെൺകുട്ടികൾക്ക് പഠിക്കാനും കോളേജിൽ ചേരാനും, ഒരുപക്ഷെ +2 കഴിഞ്ഞാൽ പിന്നെ ചേരണോ വേണ്ടയോ എന്ന് സംശയിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചേരാൻ ഇതൊരു സഹായകമാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. KSRTC ബസ്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം, കേരളത്തിലെ ബസ്സുകളിൽ ബഹുഭൂരിപക്ഷവും സ്വകാര്യ ബസ്സുകളാണ് എന്നുള്ളതാണ്. അപ്പൊ സ്വകാര്യ ബസ്സുകളിൽ ഇത് കിട്ടില്ല എന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുണ്ട് എന്ന് പറയണം. എങ്കിൽ പോലും അത് ഉണ്ടാവും. മൂന്നാമത്തെ സംഗതി, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും എന്നതാണ്. LDF സർക്കാർ ആക്കുമെന്ന് 10 വർഷം മുമ്പ് പറഞ്ഞ സംഗതി 2000 രൂപ ഇപ്പോൾ അവസാന മാസങ്ങളിലാണ് 2000 രൂപയാക്കിയത്. ഇതിനു മുമ്പൊന്നും അവർ കൊടുത്തിട്ടില്ല. അപ്പോ 3000 രൂപയാക്കും എന്ന പ്രഖ്യാപനം തീർച്ചയായും ജനപ്രിയമായ ഒരു പ്രഖ്യാപനമാണ്. നാലാമത്തേത്, അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള കുടുംബ ഇൻഷുറൻസ് എന്ന പദ്ധതിയാണ്. ഇത് രാജസ്ഥാനിൽ വിജയകരമായി അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു സംഗതിയാണ്, അശോക് ഗെഹ്ലോട്ടിന്റെ ഗവൺമെന്റ്. അതിൽ വളരെ കൃത്യമായി 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും. ഇത് വളരെ വളരെ പ്രധാനമാണ്. ഇന്നിപ്പോ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇത് അത്ര വലിയ വിഷയമാവില്ല. പക്ഷേ സാധാരണ കുടുംബങ്ങൾക്ക് അവിടുത്തെ ഒരാൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ വളരെ മാരകമായ അസുഖമുണ്ടാവുക ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ അവർ വല്ലാത്ത കടബാധ്യതയിലും മാനസിക പ്രശ്നത്തോടൊപ്പം തന്നെ സാമ്പത്തിക പ്രശ്നത്തിലും പെട്ടുപോകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് രക്ഷാകവചം എന്ന അർത്ഥത്തിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്നത് ചെറിയ കാര്യമല്ല. അഞ്ചാമതായി, വയോജന കമ്മീഷൻ. കേരളം ഒരു വൃദ്ധസദനമാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. കുട്ടികളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, ജോലി തേടിയും പഠിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ മിക്കവാറും വീടുകളിൽ വൃദ്ധജനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 3ാം തലമുറ വിഷയങ്ങൾ എന്ന് പറഞ്ഞ കേരള വികസനത്തിന്റെ ഇപ്പോഴത്തെ തലമുറ പ്രശ്നങ്ങൾ, അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ ഒരു അത്തരത്തിലുള്ള ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ഒരു വകുപ്പ് അതിനുവേണ്ടി ഉണ്ടാക്കും എന്നാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം ഇനി വരുന്ന കാലങ്ങളിൽ അവരുടെ ചികിത്സ, അവരുടെ സുരക്ഷ, അവരുടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് കോടതിയിൽ നിന്നൊക്കെ ചില ഉത്തരവുകളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല, നടപ്പായി കിട്ടുന്നില്ല. തീർച്ചയായും അങ്ങനെ ഒരു വകുപ്പ് കേരളത്തിന് ഇനി അനിവാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ചുരുക്കത്തിൽ ഈ 5 പ്രഖ്യാപനങ്ങൾ ഒരു പരിധിവരെ LDFന്റെ വലിയ പ്രചരണവും വലിയ തോതിലുള്ള ഈ ഫ്രീ ബീസും ആയി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നമ്മൾ കേൾക്കുന്നത്, പ്രധാനമന്ത്രി 11-ാം തീയതി കേരളത്തിൽ എത്തുന്നുവെന്നാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുമ്പാണ് പ്രധാനമന്ത്രി എത്തുന്നത്.
അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ല. കാരണം കമ്മീഷൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടല്ലേ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പറയുള്ളൂ. അപ്പൊ 11-ാം തീയതി കഴിഞ്ഞ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും എന്ന കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 11-ാം തീയതി വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ തേനും പാലും ഒഴുക്കും എന്നൊക്കെ പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട്. BJP അവരുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് ജയിക്കണം എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ പക്ഷേ BJPക്ക് കേരളം ഭരിക്കാനുള്ള സാധ്യത വളരെ 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 വിദൂരമാണ് എന്ന് വെച്ചാൽ ഇല്ല, 0 തന്നെയാണ്. എന്നതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ജനങ്ങൾ കൊടുക്കുമെന്നറിയില്ല. UDF LDF ആണ് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നത് എന്നതുകൊണ്ട് അവരുടെ പ്രഖ്യാപനങ്ങൾക്കുള്ള മൂല്യം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും കോൺഗ്രസ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള UDF പ്രചരണമാണ് നടത്തിയത്. മാത്രമല്ല അതിന്റെ പ്രസന്റേഷൻ തന്നെ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, യാത്രയിൽ മൊത്തം ഒരു UDFന്റെ ഒരു തിരിച്ചുവരവ് എന്ന അർത്ഥത്തിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സ്റ്റേജിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഓരോ വാഗ്ദാനങ്ങളും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനനുസരിച്ച് സ്റ്റേജിൽ അതിന്റെ ഷോ, ആ സ്റ്റേജ് അറേഞ്ച്മെന്റ്, ഇപ്പൊ ഓരോ ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ് കാണിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ പിടിച്ചു നിൽക്കുന്നത് അടക്കം അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം ആദ്യമാണ്. LDF ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാറുണ്ട്. BJP പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. UDF കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര പ്രൊഫഷണൽ ആയി ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഇത് വലിയ ഒരു ലോഞ്ചിങ് തന്നെയാണല്ലോ, ആ ലോഞ്ചിങ് പാഡ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ അവരുടെ പ്രകടന പത്രിക വരും, ആ പ്രകടന പത്രികയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തീർച്ചയായും ഒരു മേൽക്കൈ നേടാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഈ യോഗത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു. ഇതുവരെ രാഹുൽ ഗാന്ധി അങ്ങനെ രാഷ്ട്രീയം നേരിട്ട് പറയാറില്ല. ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കാരണം മുമ്പ് CPMനെ വല്ലാതെ പിണക്കാതെ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് നിൽക്കാറുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി കേരളത്തിലെ CPM ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവില്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM വിട്ടു നിൽക്കുന്നത് കേരള യൂണിറ്റിന്റെ ശക്തി കൊണ്ടാണ്. അവർ മാത്രമാണ് ഇപ്പൊ ശക്തിയായിട്ട് നിൽക്കുന്നത്. ബംഗാളിലും ത്രിപുരയും മറ്റു സംസ്ഥാനങ്ങളിലും CPMനൊന്നും ഒരു വിലയില്ല. പക്ഷെ അത് പരിഗണിക്കാതെ തീർച്ചയായും BJPയെ സഹായിക്കുന്ന CPM എന്ന അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ BJP സഹായിക്കുന്ന CPM എന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം എല്ലാം കടത്തി അവർ തമ്മിലുള്ള സഹകരണം എന്ന് മാത്രമല്ല CJP എന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതും വളരെ പ്രധാനമാണ്. കാരണം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ നേരിട്ട് ആക്രമിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഞങ്ങളെ കോൺഗ്രസ്സുകാരെ ED പലപ്പോഴും വിട്ട് പേടിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയൊക്കെ കേസുണ്ടായിട്ടും പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാത്തത്? അത് ED ചോദ്യം ചെയ്യണമെന്നുള്ളതല്ല, പക്ഷെ ഇത്രയും കേസുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ചെയ്യാതിരിക്കുന്നത് മോഡിയുടെ സംരക്ഷണം പിണറായി വിജയനുണ്ട്, ട്രംപിന്റെ സംരക്ഷണം മോഡിക്കുണ്ട് എന്ന വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ ഭൂമിക ഇവിടെ അദ്ദേഹം തുറന്നു വെച്ചിരിക്കുന്നു. രാഷ്ട്രീയ ഭൂമിക മാത്രമല്ല, അതിനിടയിൽ UDFകാർക്കും ഒരു മെസ്സേജ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജ് വളരെ ക്ലിയറാണ്. ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം വേറെ പോയി ഡാൻസ് ചെയ്താൽ അത് ആ ഡാൻസിനെ ആകെ അപായപ്പെടുത്തും എന്നർത്ഥത്തിൽ. കാരണം ഒറ്റപ്പെട്ട ഏകപക്ഷീയമായ ചില ഒറ്റയാൻ പ്രവർത്തനങ്ങൾ UDFന് പലപ്പോഴും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ല എന്ന് കൃത്യമായ സന്ദേശമാണ്. അങ്ങനെ ഉണ്ടായാൽ കേന്ദ്ര നേതൃത്വം ഇടപെടും എന്ന് നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. പൊതുവെ ഇതെല്ലാം ചേർന്ന് വായിക്കുമ്പോൾ UDFന്റെ ലോഞ്ചിങ് പാഡ് നന്നായി എന്ന് തന്നെ പറയണം.